സംസ്ഥാനത്ത് തുലാമഴയിൽ പലയിടത്തും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മഴ തുടരുന്നതിനിടെ ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ഈ സ്ഥലങ്ങളിലെ വീടുകളിൽ നിന്ന് ആളുകളെ രക്ഷിച്ചു. JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഒലിച്ചുപോയത്. മഴ കനത്തതോടെ മുല്ലപ്പെരിയാറിലെ 3 ഷട്ടറുകൾ തുറന്നു. കോതമംഗലത്ത് പാലത്തിൽ കുടുങ്ങിയ കാർ ഫയർഫോഴ്സ് അതിസാഹസികമായി തന്നെ രക്ഷപ്പെടുത്തി. 5 ദിവസം കൂടി ശക്തമായ മഴയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. അതിതീവ്രമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകളാണ് തുറന്നത്. 3 ഷട്ടറുകൾ 75 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. 1063 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. പെരിയാർ നദിയുടെ ഇരുകരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കും. ഇടുക്കി കല്ലാർ അണക്കെട്ടും തുറന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി മുതൽ 10 മണിക്കൂറിലേറെയാണ് ഇടുക്കി ജില്ലയിൽ മഴ പെയ്തത്. പലയിടത്തും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. കുട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി പോവുകയായിരുന്നു. കുമിളിയിൽ കരകവിഞ്ഞ തോടിന് സമീപത്തുള്ള വീട്ടിൽ കുടുങ്ങിയ കുടുംബത്തെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷിച്ചത്. 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ആനവിലാസം, ശാസ്തം നട ഭാഗം, വണ്ടിപ്പെരിയാർ, കക്കിക്കവല എന്നിവിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമാണ്. ഇടുക്കി ജില്ലയുടെ തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ പെയ്തിറങ്ങിയത് മേഘസ്ഫോടനത്തിന് സമാനമായ മഴയാണ്. ഏകദേശം 3 മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളായ നെടുങ്കണ്ടം, തൂക്കുപാലം, കമ്പമേട് പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. കനത്ത മലവെള്ളപ്പാച്ചിലിൽ കുട്ടാറിൽ ട്രാവലർ അടക്കമുള്ള വാഹനങ്ങൾ ഒഴുകിപ്പോയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കല്ലാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങി. തുറക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഡാം തുറന്നത്. ഇതും പ്രദേശത്ത് വെള്ളപ്പാച്ചിലിന് കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു. 2018 പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശനിയാഴ്ച പുലർച്ചെയോടെ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തിമിർത്ത് പെയ്യുകയായിരുന്നു. പലയിടത്തും മലവെള്ളപ്പാച്ചിലുണ്ടായി. വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ മഴയുടെ ശക്തി കുറവാണ്. ആളപായം സംഭവിച്ചിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് പുറമെ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എറണാകുളം, കോതമംഗലത്തും ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് മധ്യ തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ശക്തിപ്പെട്ട മഴ പുലർച്ചെ വരെ തുടർന്നു. രാത്രിയുടെ വിവിധ ജില്ലകളിൽ റോഡിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായി. ഇടുക്കിയിലാണ് ശക്തമായ മഴ ലഭിച്ചിട്ടുള്ളത്. 10 സെന്റിമീറ്ററിലധികം മഴയാണ് രേഖപ്പെടുത്തിയത്. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. ഇന്നലെ രാത്രി 11 മണി മുതൽ പുലർച്ചെ 4 മണി വരെ ഇടുക്കിയിൽ ശക്തമായ മഴയാണ് പെയ്തത്. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. തൂക്കുപാലം, നെടുങ്കണ്ടം, കല്ലാർ, ബാലഗ്രാം എന്നീ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. നെടുങ്കണ്ടം, തൂക്കുപാലം മേഖലകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി. സ്കൂട്ടറും കാറുമാണ് ഒലിച്ചുപോയത്. നെടുങ്കണ്ടം കുട്ടാറിൽ നിർത്തിയിട്ട ട്രാവലർ ഒലിച്ചു പോവുകയായിരുന്നു. കുട്ടാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് SBI ബാങ്കിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ ഒഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയത്. എന്നാൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ 11 സെന്റിമീറ്റർ താഴെ മഴ രേഖപ്പെടുത്തിയതായിട്ടാണ് കണക്ക്. മുല്ലപ്പെരിയാർ ഡാമിന്റെ 13 ഷട്ടറുകളും ഉയർത്തി 5000 ഘനയടി വെള്ളം വരെ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. നിലവിൽ 137 അടിയിലേക്ക് മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയർന്നു. 44,000 ഘനയടി വെള്ളം 1 സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ടായി. 2018 ശേഷം ആദ്യമായാണ് ഇത്രയധികം വെള്ളം ഒഴുകിയെത്തിയത്. തുടർന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന ജലനിരപ്പ് ക്രമീകരിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകുവാനും സാധ്യത ഉള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപ് പ്രദേശങ്ങൾക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
ഇതിനിടെ ഈ കട്ടപ്പന കുണ്ടളം പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായും സംശയിക്കുന്നുണ്ട്. അതിഭയങ്കരമായ ശബ്ദത്തോടെ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ശക്തമായ മലവെള്ളപ്പാച്ചിലും റോഡുകളും കൃഷിയിടങ്ങളും ഒക്കെ ഒലിച്ചുപോകുന്ന അവസ്ഥയാണ്. 2019 ഉരുൾപൊട്ടലുണ്ടായ അതേ പ്രദേശത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. ശനിയാഴ്ച വെളുപ്പിന് 1:30യോടെയാണ് ഉരുൾപൊട്ടിയത്. വീടുകൾക്ക് മുന്നിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒഴുകിയെത്തി. ഉരുൾപൊട്ടിയെത്തിയ പ്രദേശത്തെ റോഡുകളും കൃഷിയിടങ്ങളും ഒലിച്ചുപോയി. ആളപായമൊന്നുമില്ല. ഇടുക്കിയിൽ വിവിധ മേഖലകളിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നത്. നെടുങ്കണ്ടം കുട്ടാറിലും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. കല്ലാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ ഈ തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാതി ചുഴി വരും മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത 24 മണിക്കൂറിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും. അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.